അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ. നമസ്കാരം. പണ്ടൊരുത്തൻ കവലയിൽ മുഴുത്ത തെറി പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളുമൊക്കെ അത് കേട്ട് ചൂളിപ്പോയി. അപ്പോഴതാ ഒരു മാന്യദേഹം കടന്നു വരുന്നു. എടാ, അമ്മ പെങ്ങന്മാർ നിൽക്കുമ്പോഴാണോടാ തെറി പറയുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആ മാന്യൻ മുഴുത്ത കുറേ തെറി അങ്ങ് വിളിച്ചു. അത് കേട്ട് പെണ്ണുങ്ങൾ നാനാവഴിക്ക് ഓടി. ഇതേ മാന്യൻ്റെ അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ചോദിക്കുകയാണ്, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സ്വന്തം പദവി മറന്ന് ഇങ്ങനെയൊക്കെ പറയാമോ? എന്നിട്ട് അതേ പിണറായി തന്നെ തൻ്റെ പദവി മറന്ന് ഡാഷ് മോനെ എന്നങ്ങ് വിളിക്കുകയാണ്. അതാണ് പിണറായി. പിണറായിട്ട ഡാഷൊക്കെ നമ്മൾ നാളെ തന്നെ പൂരിപ്പിച്ചു കൊടുക്കും. വിട്ടുപോയത് പൂരിപ്പിക്കാനുള്ള ജനങ്ങൾക്ക് കിട്ടിയ അവസരമാണ് ഇലക്ഷൻ. ഒരു മുഖ്യമന്ത്രി പോരാളി ഷാജിയുടെ നിലവാരത്തിലേക്കും കീലേരി അച്ചുവിൻ്റെ സംസ്കാരത്തിലേക്കും കാരക്കൂട്ടിൽ ദാസൻ്റെ ചട്ടമ്പിത്തരത്തിലേക്കും പോയാൽ എന്തായിരിക്കും ഫലം? തമിഴനും തെലുങ്കനും വന്ന് അവർ കാണാതെ പഠിച്ച ഭാഷ കൊണ്ട് വല്ലതും പറഞ്ഞെന്നിരിക്കും. പറഞ്ഞതിൻ്റെ അർത്ഥം പോലും അവർക്കറിയണമെന്നില്ല. അതിനെ ജനം ആ രീതിയിലേ കാണുകയുള്ളൂ. അതിനു മറുപടിയായി സംസ്കാര സമ്പന്നനും നവോത്ഥാന കേരളത്തിൻ്റെ കുലദൈവവുമായ പിണറായി പോടാ ഡാഷ് മോനെ എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ഈ പിണറായിയാണ് മുഖ്യമന്ത്രി കസേരയുടെ മഹത്വം പറയുന്നത് എന്ന് ചിന്തിച്ചു നോക്കണം. മുഖ്യമന്ത്രി കസേരയിലിരുന്ന് ഏറ്റവും കൂടുതൽ ചാരുതയാർന്ന ചെറ്റത്തരങ്ങൾ പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. എൻ്റെ ചെറ്റവർത്തമാനങ്ങൾ എന്ന പേരിൽ പിണറായി വിജയൻ്റെ വചനങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ തന്നെ പുറത്തിറക്കും. മോനെ രേവന്തേ, പണി പിന്നാലെ വരുന്നുണ്ട് എന്ന് പറയാൻ പഠിപ്പിച്ചത് കമ്മികളുടെ കിണർഗോലു നികേഷായിരിക്കും. എന്തു പറഞ്ഞു പഠിപ്പിച്ചാലും അതേപടി അനുകരിക്കുന്ന ഒരു പാവമായി പോയല്ലോ നമ്മുടെ പിണറായി സാറ്. രേവന്തന് പിന്നാലെ എന്ത് പണി കിട്ടാനാണ് പോകുന്നത്? പണി കിട്ടാൻ പോകുന്നത് പിണറായിക്കാണ്. പണി പോകുന്ന പണി. പിഷാരടി പറഞ്ഞത് എത്ര ശരിയാണ്. സമരം ചെയ്താലൊന്നും കിട്ടുന്നതല്ല സംസ്കാരം. മുഖ്യമന്ത്രി കസേരയിൽ ഒരാൾ ഇരുന്നു എന്ന് കരുതി സംസ്കാരമുണ്ടാകണമെന്നില്ല. ചോദ്യം ചോദിച്ച സ്വന്തം അടിമയോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ പുള്ളിയെ ആരാണ് സംസ്കാരം പഠിപ്പിക്കേണ്ടത്? എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തുന്ന അവസാനത്തെ വാർത്താ സമ്മേളനമായിരുന്നു ഇത്. ഈ ഡാഷ് മോനെ എന്ന് വിളിച്ചത് കേരളത്തിലെ ജനങ്ങളെ മൊത്തത്തിലാണ്. ഈ പാവം പിണറായി ആ സുജിത് ഭക്തൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ പറയുന്നത് പോലെ പറഞ്ഞാൽ മതി സാറേ, സാറിനെ ഞാൻ വൈറലാക്കാം. മാധ്യമപ്രവർത്തകരെ അങ്ങ് ആട്ടിവിട്ടില്ലേ കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് ഇപ്പോൾ സാറ് പറയണം കേറി വാടാ മക്കളെ എന്ന്. പിന്നെന്താ പറയാമല്ലോ, വൈറലാകുമെങ്കിൽ അതിനപ്പുറം പറയുമെന്നായി പിണറായി. ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ. കേറി വാടാ മക്കളെ. പാവം തോന്നി നമ്മുടെ പിണറായിയെ ആ രംഗത്ത് കണ്ടപ്പോൾ. പാവം 500-ാം മൊയിലാളി, എന്തൊരു മാനസാന്തരം. ഒരു കപ്പെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് കടിക്കാൻ പറഞ്ഞാൽ കടിക്കും. ജീവിതത്തിൽ ആദ്യമായി ഇടം കൈകൊണ്ട് ചായ കുടിച്ച പുള്ളിയാണ് പിണറായി. ഒരു ചിരിക്കുന്ന മരപ്പാവ എന്നേ പറയാനുള്ളൂ. ഏറെ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടൂ എന്ന് പറഞ്ഞ പോലെ അതിബുദ്ധിമാനായ കിണറേഷ് കിണറ്റിലിറങ്ങി വെള്ളം കോരി സ്വയം തോൽവി വരിച്ചവനാണ്. അയാളുടെ വാക്കുകൾക്കനുസരിച്ച് ഇത്രകാലം തുള്ളിയിട്ടും തിരിച്ചടിയല്ലാതെ വല്ലതും സംഭവിച്ചോ? മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജകീയ പ്രതാപത്തോടെ സഞ്ചരിക്കുന്ന കാലത്ത് കാല് ഒരടി പൊങ്ങില്ലായിരുന്നു. കക്കൂസ് വണ്ടിയായി ഓടിച്ച ക്യാബിനറ്റ് ബസ്സിൽ കയറാൻ ലിഫ്റ്റ് വേണമായിരുന്നു. ഉള്ളി കറങ്ങുന്ന കസേരയിലേ ഇരിക്കൂ, പെടല് തിരിച്ചാൽ ഉളുക്ക് വീഴും. ഇപ്പോൾ തുറന്ന ജീപ്പിൽ കയറാൻ ലിഫ്റ്റ് വേണ്ട. കാല് 2 അടിയൊക്കെ ഈസിയായി പോക്കാം. 56 വാഹനങ്ങളുടെ അകമ്പടി ഇപ്പോൾ വേണ്ട. കമ്മികൾ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ജനത്തിൻ്റെ കാശെടുത്ത് ചമ്മാളിക്കുമ്പോൾ മാക്സിമം സുഖം. വോട്ട് മേടിച്ച് ജയിക്കാൻ നേരം ജനത്തോട് ഐത്തമേ ഇല്ല. ആരെങ്കിലും കൊന്നാലോ എന്ന് ഭയമില്ല. ആനപ്പുറത്ത് കയറുമ്പോഴാണ് ഞാനെന്ന ഭാവം. എടോ വിജയ എന്ന് വിളിച്ചതിനാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഗർഭക്കേസിൽ കുടുക്കിയത്. പിണറായി വിജയനെ ആരെങ്കിലും എടോ എന്ന് വിളിച്ചാലോ കൈ ചൂണ്ടിയാലോ ഉണരുന്ന വെള്ളാപ്പള്ളി എന്തിയെ എവിടെ പോയി? ആ രേവന്തിനെ തെറി വിളിക്കാത്തത് എന്താ നടേശ? സുരേഷ് ഗോപി ഒരുത്തനെ ഡാഷ് മോനെ എന്ന് വിളിച്ചപ്പോൾ സംസ്കാരം പഠിപ്പിക്കാനിറങ്ങിയ ജനുസുകളെ ഒന്നും ഇപ്പോൾ കാണാനേ ഇല്ല. കരിമണൽ കോരി കോടികൾ ഉണ്ടാക്കാനായി കർത്താവിനെ സഹായിച്ച വകയിലാണ് 2018 ഈ സർക്കാർ മാൻമേഡ് പ്രളയം ഉണ്ടാക്കിയത്. ആ വകയിൽ എത്ര ജീവനാണ് പൊലിഞ്ഞത്? എത്ര കോടി പെട്ടിയും തുറന്നു വെച്ച് പിരിച്ചെടുത്തു? ഞാനേ ഉള്ളൂ രക്ഷ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടർഭരണം നേടിയത്. ഇപ്പോൾ ആ നടുക്കുന്ന യാഥാർത്ഥ്യവും ഇടതുപക്ഷത്തെ ഒരു മന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു. കൊന്നതാ ജനത്തെ. ആ ശബ്ദരേഖ പുറത്തു വന്നതിൻ്റെ ആഘാതത്തിൽ നിന്നും മോചനം നേടാൻ പിണറായി നടത്തിയ ഒരു സൂത്രമാണ് ഡാഷ് മോൻ പ്രയോഗം. അതിനു പകരം കിണറേഷ്
നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്താലും പിണറായി അത് തന്നെ പറഞ്ഞേനെ. അതിമാരക പൂരത്തെറി പറഞ്ഞ് പിണറായി ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഏപ്രിൽ 14 പുലർച്ചെ ക്ലിഫ് ഹൗസിലെ അവസാന കണികാണൽ ചടങ്ങ് നടക്കും. അപ്പോഴേക്കും ജനം നീല നിറത്തിലുള്ള ചിലതൊക്കെ പൊക്കി കാണിച്ച് ഒന്നാം തരം ഒരു കണി തിരിച്ചു കാണിച്ചിട്ടുണ്ടാകും. ഡാഷ്മോനെ വിളിച്ചിട്ട് പോകുന്നതിന് മുമ്പ് സ്വന്തം മോനെ വിളിച്ചു വരുത്തി ക്ലിഫ് ഹൗസിലെ മുറികളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എൻ്റെ മോൻ അറിയില്ല അവിടെ എത്ര മുറിയുണ്ടെന്ന് എന്നാണ് പിണറായി പറഞ്ഞത്. മകൻ അധികാരത്തിൻ്റെ 7 അയലത്ത് പോലും ഇല്ലെങ്കിൽ എന്താ സഖാവേ, പുത്രി അടുത്തു തന്നെ ഉണ്ടല്ലോ. കരിമണലുകാരൻ മകൾക്ക് കൊടുത്ത 1.25 കോടിയിൽ പ്രളയം വിഴുങ്ങിയ മനുഷ്യൻ്റെ ആയുസിൻ്റെ നിലവിളി കൂടിയുണ്ട് കുഞ്ഞെ. പ്രളയമായാലും ദുരന്തമായാലും രോഗമായാലും ശവം വീഴുന്നത് നോക്കിയിരിക്കുന്ന കഴുകന്മാരെ പോലെയാണോ അപ്പോഴീ പാർട്ടി? എല്ലാം ശവം തൂക്കിനുള്ള വഴികൾ മാത്രം. എങ്ങനെയും അധികാരം പിടിക്കുക, അത് നിലനിർത്താൻ എന്തടവും പയറ്റുക. മനുഷ്യൻ്റെ നെഞ്ചിൽ നിന്നും മൂടോടെ പറിച്ചെടുത്തില്ലേ പിണറായി നിങ്ങൾ ഈ പ്രസ്ഥാനത്തെ? സർഗാത്മകത്വം അതിൻ്റെ ആത്മാവായിരുന്നു, ഭാഷ അതിൻ്റെ മൂലധനമായിരുന്നു, സംസ്കാരം അതിൻ്റെ ആഭരണമായിരുന്നു. ഇന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിയതോടെ പാർട്ടി ഒരു ധനകാര്യ സ്ഥാപനമായി. കോമ്രേഡുകളെല്ലാം പുറത്തുപോയി. മണ്ണിൽ നിന്നും ആർജിച്ചതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉൾക്കരുത്ത്. നേതാക്കൾ മണ്ണിൽ ചവിട്ടി നിന്നും വരമ്പത്തിരുന്നുമാണ് സഖാക്കളോടും ചെറുമികളോടും സംസാരിച്ചത്. അവരുടെ ഭാഷ തെളിനീര് പോലെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒഴുകിയ കാലം. അമൂർത്ത ഗോവിന്ദൻ്റെ ഗോത്രഭാഷയും പി രാജീവിൻ്റെ ബൗദ്ധിക നിലവാരവും ഒന്നുമില്ലായിരുന്നെങ്കിലും അവർക്കെല്ലാം മനഃപ്പാടമായിരുന്നു നേതാക്കളുടെ ഭാഷ. ചൊറി പിടിച്ച കവിത എഴുത്തുകാരെക്കുറിച്ച് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മണ്ണിൽ തൊട്ടാൽ ചൊറി പിടിക്കുന്ന നേതാക്കളാണിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. വിപ്ലവം അവർക്ക് വരട്ടുചൊറിയായി മാറി. പിണറായിക്ക് ഷൂസ് ഇട്ട് മണ്ണിലിറങ്ങാനും പരവതാനി വേണം. ആ പരവതാനിക്ക് ചുവപ്പ് നിറമാണ് എന്നത് മാത്രമാണ് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമുള്ള ഏക ബന്ധം. വെളുത്ത മുണ്ടുടുത്ത് മൂക്കിൻ്റെ തുമ്പിൽ നോക്കി നടക്കുന്ന പിണറായിക്കറിയില്ല മനുഷ്യൻ്റെ രസതന്ത്രം. നാട്ടുകാരെ ആട്ടി ഓടിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമ്മൾ പിണറായിക്ക് മുമ്പ് ഇവിടെ കണ്ടിട്ടുണ്ടോ? അവർ കണ്ടത്തിൽ ഫാമിലിയെയും അവരുടെ പത്രത്തെയും വിഷം പോലെ വെറുത്തെങ്കിലും അതിൻ്റെ പ്രതിനിധികളെ ആട്ടി ഓടിച്ചില്ല. അവരും തൊഴിലാളികളാണ് എന്ന ബോധം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലും ഉണ്ടടോ 1.5 ലക്ഷം പോകുന്ന ഒരു കടലാസ്. ഇങ്ങനെ നായനാർ ദേശാഭിമാനിയെപ്പറ്റി പറയുമായിരുന്നുള്ളൂ. സഖാവെ, ഒരു സംശയമുണ്ട് എന്നൊരാൾ മുമ്പിലിരുന്ന നായനാരോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഓന് സംശയമുണ്ടെന്ന്. ചോദിക്കടോ എൻ്റെ സംശയം. പിണറായി സഖാവേ, സംശയങ്ങൾ ചോദിക്കലാണ് കമ്മ്യൂണിസം, സംശയങ്ങൾ ഉണ്ടാക്കിയെടുക്കലല്ല. ഇന്ന് ഓരോ മനുഷ്യരും വീട്ടിൽ ചെന്ന് ചോദിക്കുന്നത് ഒരൊറ്റ ചോദ്യമാണ്: ഇനിയും ചുമക്കണോ ഈ ശവം തൂക്കികളെ, മാരണങ്ങളെ നമ്മൾ?